ഇപ്പോൾ നമ്മൾ പോകുന്നത് ബി.എഡ് പഠിച്ച കോളേജിലേക്കാണ്. ബിരിയാണി കഴിച്ചു, അനീഷ് മാഷിനെ കണ്ടു. അത് നിങ്ങൾ ക്ലിയർ അല്ലേ? അപ്പം ഇനി ബാക്കിയുള്ള കാണിച്ചു തരാം. മൂവാറ്റുപുഴയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബി.എഡ്. മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയ ഫ്രണ്ട്സാണ് രേശു ലച്ചു കേട്ടോ. ഞാനിവിടെ ഹോസ്റ്റലിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഹോസ്റ്റലിലാണ് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇട്ട് വരികയാണ്. പക്ഷേ ഒരു ചെറിയൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കോളേജ് വർക്കിംഗ് ഡേ അല്ല. നമുക്ക് എല്ലാ ടീച്ചേഴ്സിനും ഒന്നും കാണാൻ പറ്റില്ല. സ്റ്റാഫ് മാത്രമേ ഇവിടെ ഉള്ളൂ, ഓഫീസ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഫീസ് സ്റ്റാഫിലുള്ള ചേച്ചി ഞങ്ങളെ തിരിച്ചറിഞ്ഞു കേട്ടോ. ലെച്ചൂർ നോക്കിയിട്ട് പറയും, നിൻ്റെ മുടി ചുരുണ്ട മുടിയല്ലായിരുന്നു, നീ എപ്പോഴാണ് സ്ട്രേറ്റും ചെയ്തതെന്ന്. അത്രയും വരെയുള്ള സിമ്പിളായ കാര്യങ്ങൾ വരെ അവർ ഓർത്ത് വയ്ക്കുന്നത് ഭയങ്കര ഒരു അതിശയം ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ അതാ എൻ്റെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. എനിക്കിനി സന്തോഷം കൊണ്ട് തുള്ളി ചാടാനൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറൊന്നും കാണാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ. ഇവിടെ ഇന്ന് വർക്കിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും തരികിടകളായതുകൊണ്ട്, ഫേമസ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അത് ഇവിടുന്ന് കാണുന്ന ഈ സൈഡിൽ കാണുന്നതാണ് ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റലിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല രസമായിരുന്നു, കുറേ ചിരിച്ച് കളിച്ച്. എന്തായാലും നമ്മൾ പിന്നിട്ട വഴികളിൽ തിരിഞ്ഞു നോക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് അത് ഭയങ്കര കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോമൺ ക്ലാസ്. ഇവിടെയാണ് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഒരുമിച്ചിരിക്കുന്ന ക്ലാസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരികിടാട്ടിയാലും ആരും കാണൂല. പിന്നെ ശ്രീനാരായണ ഗുരു ഇല്ലേ, അതിൻ്റെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സബ് ജയിലിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ കോളേജ്.